കഴിഞ്ഞ ആഴ്ചയിൽ ഹാഷ്ടാഗ് ചലഞ്ച് കമോൺ ടു ഹിന്ദു ഈ രണ്ട് ഹാഷ്ടാഗും ഞാൻ ചെയ്തതല്ല. ഇത് നോർത്ത് ഇന്ത്യയിലുള്ള ഹിന്ദു തീവ്രവാദികളായിട്ടുള്ള RSS സംഘപരിവാറിൻ്റെ ടാഗാണ്. അത് ചെയ്തിട്ട് മുസ്ലിങ്ങളെയൊക്കെ വളരെ അപമാനമായിക്കൊണ്ട് അപ്പം അത്തരത്തിലുള്ള പോസ്റ്റൊന്നുമല്ല എൻ്റെ ഉണ്ടാവുക. നിങ്ങൾക്ക് ബോധ്യമാകാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, നിങ്ങൾ ഇവിടെ അറിയപ്പെടുന്ന വലിയ പണ്ഡിതരോട് ചോദിച്ചാൽ ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾ, അതൊക്കെ കാലങ്ങളോളമായി എൻ്റെ പഠനവും ഭാഷപരവും അത് ചിന്തിക്കുകയും ഇന്നെൻ്റെ തലച്ചോറ് ഒരു ഭാഷയുടെ ഉൽപ്പത്തി കണ്ടെത്താനുള്ള തരത്തിൽ പക്വമാക്കപ്പെട്ടിട്ടുണ്ട്. അത് ദൈവാനുഗ്രഹമായിട്ട് എന്നുകൊണ്ട് കാണുന്നത്. ഇപ്പം ശിവൻ എന്ന് പറയുന്ന പേരിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ജഗ്ഗി വാസുദേവ് മുതൽ ഇപ്പം വലിയ കോർപ്പറേറ്റ് ഗുരു അയാളാണല്ലോ, ലോകം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്ന രീതിയിലാണ് അയാളെ പ്രസൻറ്റ് ചെയ്യുക. യഥാർത്ഥത്തിൽ അയാൾ പല പ്രശസ്തരായ ആൾക്കാർ, ജാവേദ് അക്തർ മുതൽ നമ്മളെ ന്യൂസ് ശശികുമാർ, ന്യൂസ് റീഡർ, അവരെയൊക്കെ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്നതിന് ശേഷം അവർ ചോദ്യം ചോദിക്കുക, അതിനകത്ത് അദ്ദേഹം അവരെ അടിച്ചിടുന്ന രീതിയിൽ വലിയ ഉത്തരം പറയുക. ഇതൊക്കെ ആക്ച്വലി നേരത്തെ പ്രീ പ്ലാൻ ചെയ്തതിന് ശേഷം ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റ് മാത്രമാണ്. ഇതിന് വലിയൊരു എമൗണ്ട് ശശികുമാറിനെ പോലുള്ള ആൾക്കാരെ ശശിയാക്കുമ്പോഴും ജാവേദ് അക്തറിനെയും ശശിയാക്കുമ്പോഴും കിട്ടുന്നുണ്ട്, അവർക്ക് കിട്ടുന്നുണ്ട്. അവർക്കറിയാമല്ലോ, ഇഷ്ടംപോലെ ചവറുകളാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്നത്, ഇഷ്ടംപോലെ കാണും ചവറുകൾ. അപ്പം ഈ ശിവൻ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ജഗ്ഗിയോട് ചോദിക്കുമ്പം ജഗ്ഗി പറയുന്നത് ശിവം, നത്തിങ്നെസ്. എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം കിട്ടിയത്? അല്ലാതെ ഷീ എന്ന് പറയുമ്പോൾ നത്തിങ്നെസ് എന്നാവുന്നത് എങ്ങനെയാണ്? ശിവം എന്ന് പറഞ്ഞാൽ നത്തിങ്നെസ്, അതാണോ അർത്ഥം? അല്ല. നിങ്ങളിവിടെയുള്ള എല്ലാ ഹിന്ദുക്കളോടും, എത്ര വലിയ പണ്ഡിതരോടും, മുമ്പ് മരണപ്പെട്ട പോയവരാലും ശരി, ഒരുത്തനും പോലും തന്നെ അതെന്താണെന്ന് പറയാനുള്ള കെൽപ്പില്ല. ഇത് പറയുന്നുണ്ടെങ്കിലോ അത് വിശ്വസിച്ചാൽ കൊള്ളാം, നിങ്ങൾ ചിന്തിച്ചാൽ ഒരു കാശിനും കൊള്ളില്ല. അപ്പം ഈ ശിവം എന്ന് പറയുന്നത് നത്തിങ്നെസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നത്തിങ്നെസ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നൊരു സംഭവം ഉണ്ടോ? ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതാണ്. ഇത് ദൈവത്തിന് ആരംഭമുണ്ടോ അവസാനമുണ്ടോ എന്ന ചോദ്യവും അറിവിന് ആദ്യമുണ്ടോ അന്ത്യമുണ്ടോ എന്ന ചോദ്യം, ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തതുപോലെ ഒന്ന് തന്നെയാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചം ഉണ്ടാകുക അല്ലെങ്കിൽ ദൈവം ഉണ്ടാകും, ദൈവം ഉണ്ടായിരിക്കുക പിന്നെ പ്രപഞ്ചം ഉണ്ടാകുക. എന്ത് ശുദ്ധവിഡിത്തമാണ്! ബിഗ് ബാങ് തിയറിയൊക്കെ ശുദ്ധ മതവിഡിത്തമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒന്നുമില്ലായിരിക്കുക. അപ്പോൾ ബിഗ് ബാങ് തിയറി വെച്ചുകൊണ്ടാണ് ഈ അണ്ണൻ ജഗ്ഗി ചക്കഗുരു വാസുണ്ണനൊക്കെ നത്തിങ്നെസ് എന്ന്, അതായത് ഒന്നുമില്ലായിരുന്നു ശിവൻ ആദ്യം ഉണ്ടായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ലായിരുന്നു, അങ്ങനെ ശിവൻ അങ്ങനെ ഉണ്ടായി. ഉണ്ടായി എന്തായാലും നശിക്കണം, സൂര്യൻ നശിക്കണം, സകല ഗ്രഹങ്ങളും നശിക്കണം, അപ്പോൾ ശിവനും നശിക്കണം. അപ്പോൾ ജഗ്ഗി വാസുദേവന് പ്രകാരം ശിവൻ എന്ന് പറയുന്നത് ഉണ്ടായ ആദ്യത്തെ ദൈവമാണ് എന്നുള്ള ആശയത്തിലാണ് പറയുന്നത്. പക്ഷേ നമ്മളെ തമിഴ് ആശ്രയ ദ്രാവിഡ കാര്യങ്ങൾ അപ്പടി വിശ്വസിച്ച് കഴിഞ്ഞാലും അതും ഏകദേശം ജഗ്ഗി വാസുദേവിലേക്കാണ് പോവുക. പക്ഷേ ഇവർ പറയുന്നത് 20,000 വർഷം മുമ്പാണ് ശിവൻ ഉണ്ടായെന്നാണ് പറയുക. അപ്പോൾ 20,000 വർഷം മുമ്പ് ഉണ്ടായതിന് മുമ്പ് ഈ പ്രപഞ്ചമില്ലായിരുന്നോ? ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു, ജീവജാലങ്ങളില്ലായിരുന്നോ എന്ന ചോദ്യം ചോദിച്ചതിനാണ് എന്നെ ഈ പറയുന്ന ആശിവക തമിഴ് സംഘത്തിൽ നിന്ന് പുറത്താക്കിയത്. ആദ്യം ബ്ലോക്കാക്കി, പിന്നെ വീണ്ടും എടുത്തപ്പോൾ ഇതേപോലെ നമുക്ക് ഖുറാനിസ്റ്റുകൾ ചോദിച്ചു നോക്കി. ഇവിടെ കുറേ ഖുറാസോംബികളുണ്ട്, ഖുറാനെ കൊണ്ടെടുത്ത് കിടക്കുന്ന കുറേ ഫിലോസഫിക്കൽ തുടക്കൾ. അമ്മമാർ ചോദിച്ചു നോക്കി എന്നെ എത്ര പ്രാവശ്യം പുറത്താക്കിയിട്ടുള്ളത്. നിരീശ്വരവാദി ഗ്രൂപ്പിൽ ഇതുപോലെയാണ് ചോദ്യങ്ങൾ. അവർ ചോദിക്കുന്ന ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പുറത്താക്കും. നിരീശ്വരവാദിയും വിശ്വാസി എല്ലാം കണക്കാണ്, എല്ലാ മതവിശ്വാസികളും എന്നാണ്. സ്വതന്ത്രമായി കൊണ്ട് ചിന്തിക്കാനുള്ള കഴിവ് ഒരുത്തിനും ഇല്ലെന്നുള്ളതാണ്. എല്ലാം മറ്റൊരാൾ പറഞ്ഞ് കേട്ടിട്ട് അപ്പടി ചിന്തിക്കുന്ന ആൾക്കാർ. ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദഹിക്കുന്നില്ല എങ്കിൽ എന്നോട് ചോദിക്കൂ, ഞാൻ ചലഞ്ചാണ് ചെയ്യുന്നത്. എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ലെന്ന് പറയും, അറിയുമെങ്കിൽ ഞാൻ ഉത്തരം തരും. അത് നിങ്ങൾക്ക് ദഹിക്കില്ലെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല. നിഷ്പക്ഷവാദികളായിട്ടുള്ള ആൾക്കാരെ മുമ്പിൽ നിന്ന് ചിന്തിക്കാൻ തരാൻ ആൾക്കാരെ മുമ്പിൽ എത്തിക്കൊണ്ട് നിരീശ്വരവാദിയും വെക്കൂ, മതവിശ്വാസികളെയും വെക്കൂ, ഞാൻ സംസാരിക്കാം, പറയട്ടെ. പറയുന്ന കാര്യങ്ങളിൽ ലോജിക്കുണ്ടോ അല്ലെങ്കിൽ പറയുന്നത് ബോധ്യമാകുന്നില്ലോ എന്ന് പറയാം. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ടോപ്പിക്ക് ശിവനാമമായ ശിവം, ശിവൻ, മംഗളമൂർത്തി എന്നീ 2 പേരിന് സാമ്യമുണ്ട്. അതുകൊണ്ടാണ് 2 പദം എടുത്തത്. കുറേ കാലങ്ങളായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പലരും പറയുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും ദഹിക്കുന്നില്ല. ഞാൻ സ്വീകരിച്ചിട്ട് അത് പുറത്തായിട്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ അതിൻ്റെ വേറൊരു മെറ്റഫോർ രീതിയിൽ ശിവൻ എന്നുള്ള പദത്തിനെ കൊടുത്തിട്ടുണ്ട്, മുസ്ലിം എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്, സമാധാനപ്രിയൻ എന്ന് പറയുന്ന രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആശയം എത്തുന്നുണ്ടെങ്കിലും സമ്പൂർണ്ണ അർത്ഥമല്ലത്.
അപ്പോൾ ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്ന് പറയുന്നത്, മംഗളം എന്ന് പറഞ്ഞാൽ ഇസ്ലാം, ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മുസ്ലിം എന്ന് പറയുന്ന പോലെ ശിവം ഇസ്ലാം ശിവൻ മുസ്ലിം എന്ന രീതിയിലാണ് അർത്ഥം വരിക. അപ്പോൾ അത്ര രീതിയിലും യഥാർത്ഥത്തിൽ എത്തിച്ചേരുന്നില്ല. അതല്ല എൻ്റെ അപ്പം മംഗളം എന്ന് പറയുന്ന പദം എങ്ങനെയാണ് സമാധാനം, അഭിവൃദ്ധി എന്നുള്ള അർത്ഥം നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ടക്കെന്നും പറഞ്ഞ് യുറീക്ക മൂവ്മെൻ്റ് എന്നൊക്കെ പറയുക. നമ്മളൊരു ആശയം അതീന്ദ്രിയജ്ഞാനം, നമ്മുടെ തലച്ചോറിനും കണ്ണിനും കേൾവിക്കും കിട്ടാത്ത ഒരറിവിനെയാണ് നമ്മൾ ഈ യുറീക്ക അല്ലെങ്കിൽ അതീന്ദ്രിയജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ളൊരു ജ്ഞാനം. അത് ദൈവികമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ക്ലിയർ പ്രിഫൈസ് ആയിട്ടുള്ള മീനിങ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ശിവൻ എന്ന് ശിവം എന്ന് പറഞ്ഞാൽ ശിവന് ശേഷം ശിവം എന്ന് പറഞ്ഞാൽ ചുവപ്പ് എന്ന് പറയുന്ന പദമാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ ചുവപ്പൻ എന്നാണ്. കമ്മ്യൂണിസ്റ്റ് ഭാഗിക്കും, കമ്മ്യൂണിസ്റ്റിൻ്റെ കളർ ചുവപ്പാണ്. ആ ചുവപ്പിൻ്റെ ഉള്ള കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സത്യം, നീതി നടപ്പിലാക്കണം, സർവർക്ക് തുല്യനീതി കിട്ടണം എന്നൊരു ബോധം തന്നെയാണ്. അത് തന്നെയാണ് ശിവൻ്റെ ഈ കോൺസെപ്റ്റ്. സർവർക്കും തുല്യ നീതി കിട്ടണം, തെറ്റിയവർ ശിക്ഷിക്കപ്പെടണം എന്നൊരു ആശയം തന്നെയാണ്. അപ്പോൾ ചുവപ്പൻ എന്ന് പറയുന്ന കളറ് അത് ഒരു ദ്രാവിഡ കളർ തന്നെയാണ്. അതുകൊണ്ട് ഡ്രാഗനും ചുവപ്പ് കളർ കൊടുക്കുകയും ഡ്രാഗന് ഒരു എതിരായി കാണുകയും സാത്താനും ചുവപ്പ് കളർ കൊടുക്കുകയും സാത്താൻ എന്ന് പറഞ്ഞാൽ ധർമ്മശാസ്ത്ര എന്ന് പറഞ്ഞ പദമാണ്, ധർമ്മത്തെ സമ്പൂർണ്ണമാക്കിയവൻ. അത് ചൈനയിലുള്ള ഡ്രാഗൺ അത് മുരുകനാണ്, തറൈക്കോൺ എന്ന് പറയുന്നത് മുരുകനാണ്. അദ്ദേഹത്തെയും ഇതേപോലെ ചെകുത്താനാക്കപ്പെട്ടിട്ടുണ്ട്. 666 എന്ന് പറയുന്നത് ഇത് കാണിച്ചിട്ടാണ് ചെകുത്താനെന്ന് പറയുക, 666. പക്ഷേ ഇതിൽ ഇങ്ങനെ വെച്ചാലാണ് 6 എന്ന് വായിക്കുക, 3 വന്നു കഴിഞ്ഞാൽ 6, 666 ആയി. ഇത് മുരുകനാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ കൈവച്ചാൽ എന്താണ്? സൂപ്പർ എന്നല്ല അർത്ഥം, സൂപ്പർ എന്നാണ് അർത്ഥം. അപ്പം സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന പേരാണ് സൂപ്പർമാൻ എന്ന് പറയുന്നത്. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭ 6 നക്ഷത്രങ്ങൾ, ഓറിയോൺ സ്ഥാനത്തിലാണ് ശുഭമായിട്ടുള്ള 6 നക്ഷത്രങ്ങൾ. അത് ശിവനെയാണ് ആ നക്ഷത്രത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത്. ശിവനെ ആ നക്ഷത്രത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക എന്ന് പറയുന്നത് ശിവനെ കാണുന്ന പോലാണ്. ഒരു പക്ഷേ എനിക്കറിയില്ല, ഒരു ഊഹം മാത്രമാണ്. ഈ ഓറിയൻ സ്റ്റാറിലായിരിക്കും ശിവാത്മാവ് കൊള്ളുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിനെ കാണുക, അതിന് പോയിൻ്റ് ചെയ്തുകൊണ്ടാണ് പിരമിഡ്, പുറമേട് എന്ന് പറയുന്ന തമിഴിൽ പുറമേട്, അതായത് മലയില്ലാത്തടുത്ത് മല ഉണ്ടാക്കപ്പെട്ടതാണ് പുറമേട്, അതാണ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പ്. ചൊവ്വായ് എന്ന് പറഞ്ഞാൽ ചൊവ്വാഗ്രഹം എന്ന് പറഞ്ഞാൽ മാർസാണ്, റെഡ് പ്ലാനറ്റ്. ഇതെങ്ങനെയാണ് ഇത് ശിവൻ പറഞ്ഞിട്ടാണോ? റെഡ് പ്ലാനറ്റ് എന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടല്ല. റെഡ് പ്ലാനറ്റിൻ്റെ കളർ റെഡ് കളറാണ്, നമുക്കിവിടെ ദൃശ്യമാകുന്ന റെഡ് കളർ. ആ കളറുമായിട്ട് ശിവനെ അങ്ങോട്ട് കണക്ട് ചെയ്യുക മാത്രമാണ്. പിന്നെ അറിയാമല്ലോ, അപ്പം ശിവൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ചുവപ്പൻ എന്നാണ്. ശിവം ചുവപ്പ്, അത് ആ ചുവപ്പ് എന്നുള്ള പദം വരുന്നത് അവിടെ നിന്നാണ് വരുന്നത്. ശിവൻ കളിമൺ കൊണ്ട് ആദ്യമായിക്കൊണ്ട് കളിമൺ പാത്രം ഉണ്ടാക്കുന്ന ശിവനാണ്. അതിൻ്റെ പ്രൂഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ അടുത്ത് തമിഴ്നാട്ടിലെ കീഴടിയിൽ ഭൂഗർഭ ശാസ്ത്ര പഠനമായി കൊണ്ട് കണ്ടെത്തിയ വളരെ പുരാതനമായ തമിഴ്, അതായത് സിന്ധു നദീതട സംസ്കാരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംസ്കാരമാണത്. അവിടുത്തെ ഭാഷയും ഇവിടുത്തെ എഴുത്തും ഇന്നത്തെ തമിഴല്ല, പക്ഷേ തമിഴിലാണ്, ശബ്ദത്തിലാണ് വായിക്കുക. ആ എഴുത്തും അവിടുത്തെ എഴുത്ത് സമമെന്ന് മാത്രമല്ല, കീഴടിയിലുള്ള കെട്ടിടം കെട്ടാൻ ഉപയോഗിച്ച ചുടുകട്ടയുടെ വലിപ്പവും അവിടെ കെട്ടിയിരുന്ന വലിപ്പവും രണ്ടും സമമാണ്, വ്യത്യാസമില്ല. അപ്പോൾ ഒരേ സമൂഹമാണ്, രണ്ടും ഒന്നെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണത്. ഇവിടുന്ന് പോയ ആൾക്കാർ തന്നെയാണ്, നമ്മൾ ലോകം മുഴുവനും വ്യാപിച്ച ആൾക്കാരാണ്. അതിന് ദ്രാവിഡം എന്ന് പറയാം. ദ്രാ പ്ലസ് ഇടം, എവിടെയൊക്കെ ജലമുണ്ടോ അവിടെ ഇടം പാർത്തവരാണ് ദ്രാവിഡർ എന്ന് പറയുക. ശിവപ്പൻ എന്ന് പറയുന്നത്, ചുവപ്പൻ എന്ന് പറയുന്നത്, ശിവപ്പൻ എന്ന് പറയുന്നത് ശിവനാണ്. അത് മൺകുടം ഉണ്ടാക്കിയവൻ. കാരണം മൺകുടം എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിൽ ഒന്ന് തന്നെയാണ്. ഇരുമ്പിന് മുമ്പായിട്ടുള്ള, ഇരുമ്പ് ശിവൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അത് ഞാനത് ഋഗ്വേദത്തെപ്പറ്റി, ഋഗ്വേദം എന്ന് പറഞ്ഞാൽ ഉരുക്കുവേദമാണ്, അതിനെപ്പറ്റി ഞാൻ അടുത്ത വിഷയങ്ങളിൽ പറയുമ്പോഴും ഞാനത് വിശദീകരിക്കാം. അപ്പം ഈ പറയുന്ന ചെളിയിൽ കുടമുണ്ടാക്കുകയും ശേഷം അതിന് ശിവനെ കുടൻ എന്ന് കൂടെ പറയും, കുടമുണ്ടാക്കിയാണ് കുടൻ. ഗുദൻ എന്ന് പറയുന്നത്, ഗൗതം എന്നൊക്കെ പറയുന്നത് അതിൽ നിന്ന് വരുന്നതാണ്, ശിവൻ്റെ പേര് തന്നെയാണ് ഗുദൻ. അപ്പോൾ ഗോഡിൻ്റെ മീനിങ് നോക്കുമ്പോൾ ഈ ഗുഡൻ എന്നൊക്കെ കാണാൻ പറ്റും. കുടമുണ്ടാക്കിയാണ് കുടൻ. അപ്പം അദ്ദേഹം ആ കുടമുണ്ടാക്കിയും അതിൻ്റെ വർണ്ണം ചുവപ്പാകുകയും. ഇനി മംഗളം എന്ന് പറയുന്ന പദമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുക? അപ്പോൾ ശിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പെന്ന് മനസ്സിലായി.
ആ ചുവപ്പ് എന്ന് പറയുന്നത് മൺപാത്രം എന്ന് മനസ്സിലാകും. മൺപാത്രത്തിനെ കണക്ട് ചെയ്യുന്നത് മാർസ് ഗ്രഹവുമായിട്ട് കണക്ട് ചെയ്തു. അത് പിൻകാലത്ത് ആൾക്കാർ ചെയ്തതാണ്. അത് മംഗളമൂർത്തി എന്ന് പറഞ്ഞിട്ട് മംഗൾ എന്ന് പറഞ്ഞത് ഈ പറയുന്ന ചുവപ്പ് കണ്ടായിട്ട് കണക്ട് ചെയ്ത് പിൻകാലത്ത് ആൾക്കാർ ആശയത്തെ മാറ്റി അത് ശിവനിലേക്ക് കണക്ട് ചെയ്യണം ഉണ്ടായത്. അപ്പോൾ എന്താണ് മംഗളമൂർത്തി? മൺകലം, മണ്ണുണ്ടാകുന്ന കലം ഉണ്ടാക്കുന്നത് മൺകലം. മൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉരുവാക്കുന്നവൻ. അത് ഭരണാധികാരി വരുമ്പോൾ എങ്ങനെ ഭരണാധികാരിക്ക് ഉരുവാക്കുന്നവൻ, അതായത് അപ്പൻ എന്ന് പറയുന്ന പേരാണ് മൂർത്തി എന്ന് പറഞ്ഞാൽ. അത്തൻ ആദൻ എന്ന് പറയുന്നവൻ ആദിബോധിതൻ, അതാണ് ആദം എന്നൊക്കെ മാറിയത്. അപ്പോൾ ആദം മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെ ആദ്യ പിതാവ് എന്ന് പറയുന്നത് മൺകലം, അതാണ് മംഗളം എന്നായി മാറിയത്. അപ്പം മൺകലം എന്താണ് സമാധാനം അഭിവൃദ്ധി എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ധാന്യങ്ങളും വിത്തുകളും ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനും സ്റ്റോറേജ് ആക്കി വെക്കാനും പിന്നീട് കണ്ടിന്യൂറ്റി ഉപയോഗിക്കാനും അടുത്ത കൃഷിക്ക് ഉപയോഗിക്കാനും പറ്റും. നേരത്തെ അങ്ങനെ പറ്റിയിരുന്നില്ല. അത് വളരെ വിതയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി നശിച്ചു പോവുകയാണ് ചെയ്തത്. ശിവൻ്റെ കാലഘട്ടത്തിൽ കൃഷി ഒരു ചെറിയ രീതിയിലാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ശിവനെ പുലയൻ എന്ന് പറയാം, ആദി പുലയൻ എന്ന് പറയാം. പുല എന്ന് പറഞ്ഞാൽ ചെടികൾക്കാണ് പുല എന്ന് പറയുക. പുല്ലില്ലേ, പുല എന്നാണ് പുല്ലെന്ന് വരുന്നത്. ചെടികൾ പുല്ല് പോലെ കിടന്ന സാധനങ്ങളാണ്. അരിയും വിത്തും എല്ലാം കൂടെ ഒന്നിച്ചിടുന്നത്. അതിനെ പറിച്ച് മറ്റെടുത്ത് കൊണ്ട് നടുമ്പോൾ മാത്രമാണ് അത് നെൽകൃഷിയാവുന്നത്. പുല്ലിനെ പറിച്ച് നട്ടവനാറ് അവനാണ് പുലയൻ. അത് ജാതിയൊന്നുമല്ല. മൺകുടം ഉണ്ടാക്കിയതുകൊണ്ട് സമാധാനം ഉണ്ടാക്കി. ഒപ്പം തന്നെ ഒരു രാഷ്ട്രമുണ്ടാക്കിയ രാഷ്ട്രത്തിൽ ഈ സർവർക്ക് സമാധാനമാകുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയത് കൊണ്ടാണ്. അതാണ് സാമവേദം എന്ന് ശിവൻ്റെ പൊളിറ്റിക്കൽ സയൻസ് അല്ല സാമവേദം, വേദദണ്ഡ. ഇതൊക്കെ ആ വേദത്തെ പറ്റി പറയുമ്പോൾ ചെറിയമായെങ്കിൽ നന്ദി. എന്നപ്പനല്ലവാ എന്തായുമല്ലവാ, എന്നപ്പനല്ലവാ എന്തായുമല്ലവാ, പൊന്നപ്പനല്ലവാ പൊന്നമ്പലത്തവാ, പൊന്നപ്പനല്ലവാ പൊന്നം